എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വാതിലെല്ലാം തുറക്കണത്. അങ്ങനെ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുറത്ത് വന്ന് കിളികളുടെ ശബ്ദമൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് 2 ബാച്ചായിട്ട് പള്ളിയിൽ പോകണത്. അപ്പോൾ ഞാനും കുട്ടികളും കൂടി ഒന്നിച്ച് പോവും, പപ്പ ഒറ്റക്ക് പോവും. അങ്ങനെയൊക്കെ നമ്മുടെ റൂബി കൊച്ചിനെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ പപ്പക്കുള്ള കാപ്പി കുറച്ച് അവിടെ കൊണ്ടുപോയി വെച്ചാണ്. അപ്പോൾ പപ്പ പോയത് 6:30 കുർബാനക്കായിരുന്നു. 6:30 കുർബാനക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 9:30 പോകാൻ നിൽക്കുന്നത്. 9:30 കുർബാനക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോലികൾ ഒരുവിധം ഒതുക്കി വെച്ചിട്ടേ പോകുള്ളൂ. 6:30 പപ്പയുടെ കൂടെ പോകുമ്പോൾ സാധാരണ ഒന്നും ചെയ്യാതെ അങ്ങോട്ട് പോയിട്ട് പിന്നെ വന്നിട്ടാണ് ജോലികളൊക്കെ തുടങ്ങണം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പുട്ടിൻ്റെ പൊടി നനച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. മിഷനിൽ തുണി കഴുകാനിട്ടിട്ടുണ്ട്, കാപ്പിയൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ കുറച്ച് പൊട്ടറ്റോയൊക്കെ ഒന്ന് പീൽ ചെയ്ത് വെക്കണം, സവാള ക്ലീൻ ചെയ്ത് വെക്കണം. നമുക്കിന്ന് ബീഫ് മേടിച്ചിട്ട് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതിന്. അപ്പോൾ പപ്പ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ബീഫ് മേടിച്ച് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയാക്കാമല്ലോ. അങ്ങനെ പുട്ടിൻ്റെ കാര്യങ്ങൾ വേഗം ചെയ്ത് വെച്ച്. പഴമാണ് കേട്ടോ ഉള്ളത്, കറി അല്ല. അപ്പോൾ പുട്ടും പഴവും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടില്ലല്ലോ, അപ്പോൾ പുട്ടും മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഒത്തിരി ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ടാണ് അതിനകത്തേക്ക് ഈ ഒരു നമുക്ക് പീൽ ചെയ്തെടുക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ നല്ല വെള്ളത്തിലിട്ട് വെച്ചേക്കോട്ടെ. എന്നിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. പിന്നെ ഇത്തിരി ക്യാബേജ്, അത് തോരന് വേണ്ടിയിട്ടുള്ളത്, അത് വിനാഗിരി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. എന്നിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞ് അതും വെള്ളത്തിൽ ഇത്തിരി ഇട്ടിട്ട് കഴുകി ഊറ്റിയുടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതെ, ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ കുട്ടികൾ ഡ്രസ്സ് മാറ്റിയതിൻ്റെ പുതിയ ആ ഒരു ഷർട്ട് മാറ്റിയതിൻ്റെ കവർ മോളിൽ നിന്ന് എടുത്ത് താഴേക്ക് കളയാൻ കൊണ്ടുവന്നാണ് കേട്ടോ റിച്ചാർഡ്. അത് റിച്ചാർഡിൻ്റെ മിസ്സ് കൊടുത്ത ഗിഫ്റ്റായിരുന്നു. ആ ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിച്ചാർഡിന്. നല്ല ഫിറ്റിങ്സും നല്ല കളറുമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഇന്നും അത് തന്നെയാണ് 2 ഇട്ടേക്കണത് കേട്ടോ. പോയപ്പോൾ ഇന്നലെ അവർ ഡിന്നറിനൊക്കെ പോയില്ലേ, ആ സമയത്ത് ഇട്ട് ഡ്രസ്സ് തന്നെ ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാറ്റിനെ കുറച്ച് സ്കാർഫ് ഇട്ടിട്ടുണ്ട്. തല പുതക്കണമല്ലോ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ, അതിന് വേണ്ടി സ്കാർഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ പള്ളിയിലേക്ക് പോയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം പള്ളിയിൽ ചെന്ന് വേഗം പള്ളിയിലേക്ക് കയറി. അതും കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നടാ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ബീഫൊക്കെ ക്ലീൻ ചെയ്തെടുക്കാണ്ട്, കാരണം അത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്, ടൈം എടുക്കും. അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ചേക്കണത് കഴിച്ചാൽ പോരെ വീട്ടിൽ ചെന്നിട്ടെന്ന് പറഞ്ഞിട്ട് പറ്റൂല, മസാല ദോശ കഴിക്കണം. ഇത് നേരത്തെ ഇവിടെ ഇത് തന്നെയാണ്, എൻ്റെ സമയം പോകുന്ന ഒരു കാര്യമാണത്. ഞാൻ റോജറും കൂടി പള്ളിയിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ റോജർ സമ്മതിക്കില്ല, നേരെ മസാല ദോശ കഴിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ വഴി കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ സൈഡിൽ മൊത്തത്തിൽ നമ്മുടെ ഇന്നിപ്പോൾ ഫൈനൽ കളിയുടെ ദിവസമുള്ള സൺഡേ രാത്രി. അപ്പോൾ അതിൻ്റെ ജേഴ്സികൾ ഒരുപാട് ഇങ്ങനെ തൂക്കിയിട്ടേക്കണ കണ്ടപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ റിച്ചാർഡ് പറഞ്ഞു, എടാ നിങ്ങൾ ഇന്ന് കളി കാണാൻ പോകുമല്ല, അപ്പോൾ ജേഴ്സി മേടിച്ചിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു, പിന്നെ വേറെ പണിയില്ലേ മമ്മി എന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ സാറ്റിനെ പറഞ്ഞ് വേണം മേടിക്കണം. അപ്പോൾ എനിക്കും സാറ്റിനൊക്കെ ഒരേ മെൻറ്റാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും മേടിക്കണം, ഇതിനൊക്കെ എന്തിനാണ് പിശുക്ക് കാണിക്കണത്, വേറെ വല്ല കാര്യത്തിനൊക്കെ ഒരു പിശുക്കുമില്ല, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യത്തിന് റിച്ചാർഡ് പറയും എന്തിനാണ് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നിട്ട് കാറ് പാർക്കിംഗ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ടിട്ട് വഴിയിൽ അങ്ങനെ തിരക്കില്ല. അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടിട്ട് വേണം ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാൻ. ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ഈ കാണുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ജേഴ്സിയൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ പപ്പക്കും മേടിക്കണം, എനിക്കും മേടിക്കണം. എനിക്ക് ഈ കളി അറിയില്ല, ഞാൻ കളി കാണാൻ പോവുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കും മേടിക്കണ്ട, പപ്പക്കും മേടിക്കാം. പക്ഷേ ഇവിടെ സൈസ് ഏറ്റവും വലുതെന്ന് പറയുന്നത് XXL എന്ന് പറഞ്ഞാലും അതൊരു അത്ര വലിയ സൈസായിട്ട് തോന്നിയില്ല. പപ്പയ്ക്ക് ഇത്തിരി വലിയ ടീഷർട്ട് ഇടണ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പണി ചെയ്യാം, പപ്പയ്ക്ക് ഇത് മേടിച്ചിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വെറുതെ മാറ്റി വെക്കണം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, എന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ്റിനെയും പറഞ്ഞ് പപ്പയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് വന്ന് വേറെ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടാ. വീട്ടിലേക്ക് പോന്നപ്പോൾ സാറ്റിനെ കൊച്ച് അവിടെ വീട്ടിലിറങ്ങി പപ്പനെ ടീഷർട്ട് ഇടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ റൂബിനെയും കയറ്റി റിച്ചാർഡ് ഞാനും കൂടി ഒന്ന് കറങ്ങണേന് കേട്ടോ.
നമുക്ക് പിന്നെ റൂബി കുഞ്ഞിൻ്റെ സന്തോഷവും നോക്കണമല്ല. അവൾക്ക് കാറ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് കയറി എൻ്റെ കൂടെ ഇരുന്ന് ഒന്നാമത് എന്നെ മിസ് ചെയ്ത് നിൽക്കുന്ന സമയം. അപ്പോൾ കാറിൽ ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് കാറിലേക്ക് ചാടി കയറാൻ അവൾക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ഒരു കുഞ്ഞ് യാത്രയും കൂടി ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷമാണ്. അപ്പം അങ്ങനെ അവളുടെ സന്തോഷവും കൂടി അവളുടെ മനസ്സും കൂടി നമ്മളെപ്പോഴും കാണും കേട്ടോ. അപ്പം അങ്ങനെ ഇതേ പോകണേണ്, വലിയ ആളായിട്ട് എത്തി വലിഞ്ഞ് നോക്കണേണ് കേട്ടോ. സൈഡിൽ ഇരുന്നിട്ട് ഗ്ലാസ് തുറന്നു കൊടുക്കുമ്പോൾ അതിൽ തൂങ്ങിക്കിടന്ന് ആടി കാഴ്ച കണ്ട് പോരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് ഇതേ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇവർ വണ്ടി കയറ്റിയിട്ടിട്ട് സ്കൂട്ടർ എടുത്തിട്ടാണ് പിന്നെ പോയത് കേട്ടോ. അപ്പം നോക്കുമ്പോൾ അതേ അപ്പനും മോളും കൂടി ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു സാറ്റ തന്നെയാണ് ഇത് ബനിയാനൊക്കെ വലിച്ചൊക്കെ ഇട്ടത്. കാരണം പപ്പയ്ക്ക് ഇങ്ങനെ ടൈറ്റുള്ള ബനിയാൻ ഇടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പപ്പയ്ക്ക് ഈ ടീഷർട്ട് ഇങ്ങനെ മേടിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ചോദിക്കണേണ് മരുമോൾ എടുത്ത് ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കണേണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്നൊക്കെയാണ് ഈ പറയണത്. അത് ഡിസൈൻ പപ്പക്ക് വരയിരിക്കും ചിലപ്പോൾ ഇഷ്ടം. എടാ പപ്പക്ക് വരയിരിക്കും ഇഷ്ടം, സ്ട്രൈപ്സ്. പപ്പക്ക് അതാണ്. ഇത് നിങ്ങൾ തന്നെ എടുക്കും, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എടുക്കുക. എന്നിട്ട് പപ്പക്ക് സ്ട്രൈപ്പ് പിടിക്കാം. അത് ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാൻ ചെയ്താൽ എനിക്ക് പാകമില്ലാന്ന് വിചാരിച്ച് അതാണ് ഞങ്ങൾ മേടിക്കാതെ വന്നു. ഇപ്പം തന്നെ ഒരു മേടിക്കാന്ന് പറഞ്ഞ്. എടാ ഒന്ന് പൊക്കിയടാ അങ്ങനെ പപ്പ ഇത് അല്ല പപ്പക്ക് വര വേണമെന്നാ പറയണത്. നീലം വര വര കാരണം ഇതിന്റെ വലുതില്ല ഇവിടെ, അല്ലെങ്കിൽ ഇതിന്റെ വലുത് എടുത്തോണ്ട് പോന്നേനെ. അപ്പൊ ഇവള് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പപ്പനെ ഇടിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ മേടിക്കാം. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാട്ടാ, ഒരു പ്രശ്നമില്ല. കൈ മാറ്റിക്കോ. അല്ല ഇത് സാറ്റിനെ പറഞ്ഞല്ല, അത് മേലത്തെ ഡിസൈൻ വേറെ ഏതാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. തുണിയാണ് പറഞ്ഞത്. ആണോ എവിടെ ഒരു പോലെ തോന്നുന്നു. പിടിച്ചു നോക്കണം ആളല്ല, എനിക്കറിയാൻ പാടില്ല പിടിച്ചു നോക്കാൻ. എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഏതാ നല്ലത്? അത് പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കി വെച്ച് പഴവും മേടിപ്പിച്ചല്ല. പക്ഷെ കൊച്ചു കാറി കയറി വന്നതാണ്, കൊച്ചു കറങ്ങി വെട്ടിയാ. അപ്പോൾ ടീഷർട്ട് സാറ്റിനെ കൊച്ചു തന്നെയാണ് പപ്പക്ക് ഇട്ട് കൊടുത്തത്. കാരണം അത് പപ്പക്ക് ഒരു ഇത്തിരി ചെറുതാണ്, എങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുത് അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ അവർ ഏതായാലും പപ്പക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകണേന് കേട്ടോ. അപ്പോൾ ഫെറി ബോയും വരണുണ്ട് കളി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും കൂടിയിട്ട് ഒരു ടീഷർട്ട് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഫെറി ബോയ് കളിക്കാൻ ഇവരുടെ കൂടെ കളി കാണാൻ വരുമോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നേരത്തേനെ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് ജേഴ്സി മേടിക്കണമെന്നുള്ളത്. അപ്പോൾ റിച്ചാർഡ് അപ്പം തന്നെ ഒഴിവ് പറഞ്ഞു, എന്തിന് ജേഴ്സി മേടിച്ചിട്ട് അത് എന്തിനാണ് പിന്നെ കളയാനല്ലേ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മേടിച്ചപ്പോൾ പിന്നെ അവൻ്റെ അടുത്തത് പറയണമല്ല, നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ നിനക്കും കൂടി മേടിച്ചേക്കാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് അവനും വരാമെന്ന് പറഞ്ഞിട്ട് അവനും ദേ വന്ന്. അപ്പം തന്നെ അങ്ങനെ ഇവർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു കേട്ടോ. അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവർ 3 പേരും കൂടിയാണ് പോയത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വണ്ടി നീങ്ങിയപ്പോൾ തന്നെ റിച്ചാർഡ് ഒച്ചത്തിൽ വിളിക്കണേ കേട്ടോ. അപ്പോൾ പപ്പ ഓടിച്ചെന്ന് പറഞ്ഞ് സാറ്റിനെ ചെരുപ്പ് വീട്ടിലിടുന്ന ചെരുപ്പിട്ടിട്ടാണ് പോയേക്കണം, അതായത് റൂമിൻ്റെ അകത്തിടുന്ന ചെരുപ്പ്. അപ്പോൾ അതിട്ട് വഴിയിൽ ഇറങ്ങാൻ പറ്റില്ലല്ല. അപ്പോൾ ചെരുപ്പ് അകത്തെങ്ങാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വാദിക്ക തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. എന്താണ് അതല്ല വേറെ ഏതാണോ വേണ്ടതിന്? അങ്ങനെ കുട്ടികൾ പോയി. പിന്നെ ഞാനകത്തേക്ക് ഒരു റൂബി കൊച്ചിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ട് നമ്മുടെ ബീഫ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതെടുത്ത് ഇനി കട്ട് ചെയ്തെടുത്തിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പകുതി പോലും കട്ട് ചെയ്തിട്ടില്ല. അതിനുമ്പോൾ തന്നെ കുട്ടികൾ പോയിട്ട് വന്ന് പിന്നെ ഫെറി ബോയ് വന്ന് അങ്ങനെ സംസാരിച്ച് കുറേ അധികം നേരം അങ്ങനെ പോയിട്ടുണ്ടാകുന്ന കേട്ടോ. അപ്പോൾ അവർക്ക് ഫെറി ബോയ്ക്കും
റിച്ചാർഡിനും സാറ്റിനക്കും ഒരുപോലത്തതും പപ്പക്കും മാത്രമാണ് സ്ട്രൈപ്പിൻ്റെ അവരുടെ ഹോം ജേഴ്സി എടുത്തിട്ടുണ്ടായിരുന്നത്. പപ്പക്ക് അങ്ങനെയാണ്, ഇങ്ങനെ ഡിസൈനുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുലികളിയാണെന്ന് പറയും, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, അയ്യോ ഇത് പുലികളിയാണ്, ഇത് വേണ്ടെന്ന്. അപ്പോൾ സാറ്റിനെ കൊച്ചെൻ്റെ ക്ലിപ്പും 2 സ്ലൈഡും പുറത്തിരിക്കണ എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം റൂബിനെ പിടിക്കാൻ വേണ്ടി ഓടിയപ്പോഴത്തേക്കും ആ ക്ലിപ്പ് കയ്യിലിരുന്ന് അവിടെ വെച്ചിട്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അത് എടുത്ത് എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ നമ്മുടെ സാറ്റിന ഏതായാലും പപ്പനെ ടീഷർട്ട് ഇടിച്ച് നോക്കാൻ പോണേണ് കേട്ടോ. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് സാറ്റിന തന്നെയാണ് എനിക്ക് ടീഷർട്ടൊക്കെ ഇട്ട് തന്നത്, അത് എനിക്ക് ഇടാൻ പറ്റണ്ടാവുന്നില്ല. പപ്പക്ക് എപ്പോഴും ഇങ്ങനെ ലൂസ് പാൻ്റാണെങ്കിലും ഷർട്ടാണെങ്കിലും എല്ലാം ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ കിട്ടാത്ത സ്ഥിതിക്ക് ഏതായാലും ഒരു രസം ഇരിക്കട്ടെ, ഇത് ഇട്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടണതാണ് കേട്ടോ. ഇത് തന്നെ ഭയങ്കര നല്ല ടൈറ്റ് ഉണ്ട്, ഒരുവിധം ശരിക്കും പറഞ്ഞാൽ നല്ല കറക്റ്റ് ഫിറ്റാണ്. പക്ഷെ പപ്പ എപ്പോഴും ലൂസ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൈയൊക്കെ ഒരിത്തിരി ടൈറ്റ് ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഒരിത്തിരി നേരത്തേക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ല, ഇട്ടിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ മറ്റേ സ്പെയിനിൻ്റെയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് സ്പെയിൻ ജയിക്കണമെങ്കിൽ ആ ടീഷർട്ട് ഇടാം, ഇവർ ജയിക്കണമെങ്കിൽ ഈ ടീഷർട്ട്. അപ്പം പിന്നെ അത് ശരിയില്ല, അത് ഫൗളാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉറച്ച് നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് എടുത്തിട്ട് പോകുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിലേ കളി കാണുന്ന സ്ഥലത്ത് ജനക്കൂട്ടം എല്ലാം ഇങ്ങനെ തമ്മി കളിയാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യണമെന്നൊക്കെ അവൻ പറഞ്ഞ്. എല്ലാവരും 2 ടീഷർട്ട് കൊണ്ടുവന്നിട്ട് തോക്കുമെന്നാകുമ്പോഴത്തേക്ക് അവർ ജയിക്കുന്ന ആളുകളുടെ ടീഷർട്ട് എടുത്തിട്ടിട്ട് കൂളായിട്ട് നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അത് വേണ്ടതായാലും നമ്മൾ ഏത് പാർട്ടി ഏത് ടീമാണ് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാമെന്ന്. അപ്പോൾ ഇവർ തോക്കും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ചെറിയൊരു പ്രതീക്ഷ, ഇനി എങ്ങനെയും ജയിച്ചാല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തോക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും അവരുടെ കൂടെ നിന്ന് കുറച്ചധികം നേരം പോയിട്ടുണ്ടാകും കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 12:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികളെല്ലാം കൂടി പുരട്ടണം കേട്ടോ. എന്നിട്ട് വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആണ് പിന്നെ ആ ബീഫൊന്ന് ഷാലോ ഫ്രൈ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ കറിയാക്കണം കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റാണ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്തേക്ക് ഗരം മസാലയും മുളക് പൊടിയും എല്ലാ സാധനങ്ങളും, മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം, ബാക്കിയുള്ളത് എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ടാണ് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുന്നത്. പിന്നെ ഞാൻ ക്യാബേജിൻ്റെ തോരനും കൂടി ഒപ്പം തന്നെ അതും ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ സാറ്റിനെ ചിരണ്ടി വെച്ചതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ റിച്ചാർഡിന് വേണ്ടിയിട്ട് എനിക്ക് ഇത് ചില്ലി ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിന്ന് ഫ്രൈഡ് റൈസ് വേണം മമ്മി, അതും എനിക്ക് വൗച്ചൈനയുടെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ കൊതി തന്നെ, ഞാനത് ഓർഡർ ചെയ്തോട്ടെ, ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ആ വൗച്ചൈനയുടെ അത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മേടിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത് ഓർഡർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം മാത്രമായിട്ട് ഓർഡർ ചെയ്യണതിനും കുറച്ചും കൂടി ലാഭമാണ് 2 എണ്ണം ഓർഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ 2 എണ്ണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് രാത്രിയും കഴിക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഏതായാലും ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങോട്ട് ചെയ്ത്. ഇന്നത്തെ ക്യാബേജ് തോരനിൽ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ, വെളുത്തുള്ളി പച്ചമുളകും ഇത്രയാണ്. ഇനിയിപ്പോൾ മഞ്ഞ കളർ കാണുമ്പോൾ റിച്ചാർഡിന് അത് കഴിക്കാൻ അതിഷ്ടമല്ല മഞ്ഞ കളർ, അതുകൊണ്ട് ഞാൻ വെള്ള ക്യാബേജ് തന്നെ വെച്ച് അവന് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ല, ഇന്നിപ്പോൾ ഏതായാലും വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ കളർ ഇടാതെ വെള്ള ക്യാബേജാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊട്ടിച്ചൊക്കെ ഒഴിച്ച്. അപ്പോൾ ആദ്യം ഞാൻ ഈ സവാള ഉരുളക്കിഴങ്ങൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയാണെങ്കിലും പപ്പടം അമ്മ വെക്കണ ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ വറുത്തിട്ട് പൊരിച്ച് വെക്കൂലേ എന്ന പോലെ തന്നെ, അല്ല വറുത്തിട്ടല്ല വേവിച്ചിട്ട് പൊരിച്ച് വെക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1:15-1:30 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചോറ് അങ്ങോട്ട് വറുത്തിടാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വറുത്തത് മാറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ആ ഒരു ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാനിട്ടിട്ട് പിന്നെയാണ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒരുവിധം നല്ല മൊരിയുന്നത് വരെ മൊരിച്ചിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ പോരാത്ത പൊടികൾ ഏറ്റവും അവസാനം മീതെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മറിച്ച് അത് മൊരിഞ്ഞ് വരണം. അതാണ് ഈ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് മാറ്റിയിട്ടും വേണം അതിനകത്തേക്ക് ഈ ബീഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബീഫും കൂടിയിട്ട് അതിൻ്റെ മീതിൽ ഉപ്പ് കയറാതിരിക്കാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാകും. നല്ലതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് തന്നെ എടുത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉപ്പിട്ട് കൊടുക്കരുത് ഡോഗുകൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ച് വേവിച്ചത്. അപ്പോൾ അതുമൊക്കെ എടുത്ത് മാറ്റി ബീഫ് ഒരുവിധം റോസ്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിതേ സവാളയൊക്കെ ഇട്ടിട്ട് അത് നല്ല ഒരു കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കണത്. ആദ്യം സവാള ഇട്ടിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോഴാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇടണത്. അത് ഇട്ട് കഴിഞ്ഞിട്ട് അതും പച്ചമണമൊക്കെ മാറി ഒരുവിധം കളർ നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടാണ് എല്ലാം കൂടി ഇടുന്നത്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക്, ആ മസാല എല്ലാം ചേർന്നതല്ലേ, അത് കളയാൻ പറ്റില്ല. അത് ഏറ്റവും അവസാനം അതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് മറിച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ അതിൽ പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇട്ട് അത് ഡ്രൈ ആയിട്ട് വന്നോളും. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് എടുത്തത്. ഇതിന് അതാണ് നല്ലത്. അപ്പോൾ ചട്ട വെച്ച് എടുക്കണമെന്നുണ്ടെങ്കിലാണ് കൂടുതൽ അടിക്ക് പിടിക്കാതെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചട്ട കൊടുത്തിട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ ഇത് വെച്ചിട്ട് തന്നെ ഊട്ടക്കയിലാണ്. അത് വെച്ചിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും നന്നായിട്ട് ആകൂല കേട്ടോ. എപ്പോഴും ചട്ട വെച്ച് ഇളക്കണേ നല്ലത്. പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും, മുളക് പൊടിയും, ഗരം മസാലപ്പൊടി എല്ലാം മീതിൽ ഇങ്ങനെ തൂവി ഇങ്ങനെ കൊടുത്തിട്ട് വീണ്ടും മൊരിച്ചെടുത്തിട്ട് ഏറ്റവും അവസാനമാണ് ഈ ഉരുളക്കിഴങ്ങ് ഇടേണ്ട. നല്ല ടേസ്റ്റാണിത്. ഇതത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയല്ല. കാരണം ഇതിനകത്ത് എണ്ണ വേണം. ഇത് വറുക്കാനെടുക്കാനൊക്കെയുള്ള എണ്ണകൾ വേണം. മറ്റേ നമ്മൾ പച്ചക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നത് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ബീഫേ ഹെൽത്തി അല്ല. അപ്പം പിന്നെ മൊത്തത്തിൽ ഹെൽത്തി അല്ലാത്തൊരു റെസിപ്പിയാണ്. എങ്കിലും ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എപ്പോഴും കഴിക്കരുത് ഇങ്ങനെ. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാരിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അപ്പോൾ ക്യാബേജ് തോരനും ബീഫ് റോസ്റ്റും തലേദിവസത്തെ നമ്മുടെ പഴം പുളിശ്ശേരി ഉണ്ടല്ലോ, അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് സാറ്റിനെ കഴിച്ചിട്ടുണ്ടാകുന്നില്ല. കാരണം ചില്ലി ചിക്കനൊക്കെ അല്ലേ കഴിച്ചതുകൊണ്ട് പഴം പുളിശ്ശേരി ഞാനും പപ്പയും മാത്രമേ കഴിച്ചിട്ടുണ്ടാകും. പിന്നെ ഇതേ റിച്ചാൻ്റെ ചില്ലി ചിക്കൻ ചൂടാക്കാനുള്ള എടുത്ത് വെച്ച് ഇത്രയും തന്നെ ഇനി ഫ്രിഡ്ജിലുണ്ട് രാത്രിത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. റിച്ചാർഡ് കഴിക്കണത് കാണിച്ചില്ല, അത് പറഞ്ഞു. ചൈന ഇല്ല, മുഖം കാണുന്നില്ല. ആക്ഷൻ കൈയുടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. കൊള്ളാം. എന്ത് സാധനം? ബീഫ്. എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ പോയിട്ടാണ്. ഞാനും റൂബിനെയും കൊണ്ട് കുറച്ച് നേരമൊക്കെ കിടന്ന്, റൂബി ഞാൻ കിടന്നാലേ അവൾക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ റൂബിയും ഞാനും ഒക്കെ കിടന്ന് എല്ലാവരും റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാല് ബുക്ക് ചെയ്യാൻ പറഞ്ഞാണ്, പാല് ഓർഡർ ചെയ്യാൻ പറഞ്ഞാണ് ബ്ലിങ്കിറ്റിൽ നിന്ന്. അപ്പോൾ അതേ റിച്ചാർഡ് അതിൻ്റെ അകത്ത് എന്തോ ഒരു ഓഫർ കണ്ടിരുന്നും പറഞ്ഞിട്ട് ആ ഒരു പെർഫ്യൂം മേടിച്ച്, പിന്നെ അജ്മലിൻ്റെ പെർഫ്യൂമാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച്, പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ ഫ്രീ കിട്ടിയിട്ടുണ്ട് ബ്ലിങ്കിറ്റിൽ നിന്ന്. എനിക്ക് ഇതുവരെ ഒന്നും ഫ്രീ കിട്ടിയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനാണ് ബ്ലിങ്കിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു ഫ്രീയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സിറം, ആ ഒരു പിയേഴ്സിൻ്റെ ബോഡി ലോഷനൊക്കെ, ബോഡി വാഷ് ഒക്കെ കൂടിയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ അടുത്ത ബ്ലിങ്കിറ്റ് ഓർഡർ കൊടുത്തിട്ടിരിക്കണേണ് കേട്ടോ. ചില കാര്യങ്ങൾ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർഡർ കൊടുത്തിട്ട് ഞാൻ ഇരിക്കണേണ്. അപ്പോഴേക്കും അത് വന്ന്. അപ്പോൾ റിച്ചാർഡ് മേടിച്ചിട്ട് വന്നാണ് കേട്ടോ. അപ്പം ഞാനവിടെ കല്ല് ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഞാനൊരു ബ്രെഡിനാണ് ഉദ്ദേശിച്ച് മേടിച്ചത്. ഇപ്പോൾ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് സാരിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ വെജിറ്റബിളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ മേടിക്കുന്ന കൂട്ടത്തിൽ സാരിനൊക്കെ ഇഷ്ടമുള്ള ഈ ഒരു സാധനം മേടിച്ചു കൊടുക്കും കേട്ടോ. കിൻഡർ ജോയ് സാറ്റിനെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് ആ ഫ്രീ സാധനമൊക്കെ എടുക്കണതും അത് കഴിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് 2 കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ചാനാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പോൾ അവന് ഡാർക്ക് ചോക്ലേറ്റും മറ്റേ വേറെ ഒരു ഇതും മേടിച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് 2 റിച്ചാനും 2 സാറ്റിനൊക്കെ. എല്ലാവരും അത് കിൻഡർ ജോയ് സാറ്റൻ മാത്രമേ കഴിക്കുള്ളൂ, മറ്റേത് സാറ്റിനൊക്കും കൊടുക്കും കേട്ടോ. ഇത് എല്ലാവർക്കും കൂടി കഴിക്കണതാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് ആ കൂട്ടത്തിൽ അറിയാതെ 2 പാക്കറ്റ് പാലും മേടിച്ച്. അപ്പോൾ അങ്ങനെ പാല് ഭയങ്കരമായിട്ട് കൂടുതലായിപ്പോയി. അത്രയും പാല് മേടിച്ച് വെക്കാറില്ല. അങ്ങനെ പാല് മേടിച്ച് പിന്നെ അത് നേരത്തെ തന്നെ ഞാനത് കാർട്ടിലിട്ട് വെച്ചിരുന്നാണ് പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൻ ഈ പാല് മേടിച്ചത് ഞാൻ ഓർത്തില്ല. ആ കാർട്ടിലിട്ടത് അങ്ങനെ തന്നെ ഓർഡർ കൊടുത്തുകൊണ്ടാണ് ആ 2 പാല് വീണ്ടും വന്നത്. പിന്നെ ഞാൻ സവാള, ക്യാരറ്റ്, ക്യാബേജ്, ഈ 3 സാധനങ്ങൾ ഒന്നുകൂടി അത് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ ഒന്ന് ഓടി ചെറുതാക്കാൻ വേണ്ടി ചോപ്പറിലിട്ട് ഒന്ന് പ്രസ് ചെയ്തൊക്കെ എടുത്ത് പിന്നെ
ഒരു മയോണൈസ് കൂടി ഉണ്ടാക്കി അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അകത്ത് വെക്കാം. ബ്രെഡ് സാറ്റിനെ കുറിച്ച് അവിടെ നിന്നിട്ട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്ത് അധികം ഇല്ല ഇവർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. പപ്പയൊന്നും ഇതൊന്നും കഴിക്കില്ല, എനിക്കും വലിയ താല്പര്യമില്ല. ഞാനും പപ്പയൊക്കെ ഇങ്ങനെ പച്ച ബ്രെഡ് കഴിക്കാൻ ഇഷ്ടം, ടോസ്റ്റ് ചെയ്ത് കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റോജറാണെന്നുണ്ടെങ്കിലും അവനും ടോസ്റ്റ് ചെയ്ത് തന്നെയാണ് ബ്രെഡ് കഴിക്കണം. അവന് പച്ച കഴിക്കണത് എന്തും ഇഷ്ടമല്ല, അവൻ എപ്പോഴും ടോസ്റ്റ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ സാറ്റിന ഇവിടുത്തെ കുറേ ആളുകളുടെ ശീലങ്ങൾ സാറ്റിനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ശീലങ്ങളിൽ കുറച്ച് കുറച്ച് സാറ്റിനൊക്കെ ഉണ്ട്. എൻ്റേതായ കുറേ ഇഷ്ടങ്ങൾ സാറ്റിനൊക്കെ ഉണ്ട്, പപ്പയുടെ കുറേ ഇഷ്ടങ്ങളുണ്ട്, റോജറിൻ്റെ കുറേ ഇത് അങ്ങനെ. അപ്പോൾ പിന്നെ റിച്ചാൻ്റെ കുട്ടിക്കളി അത് സാറ്റിനെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടീനെ പോലെ തന്നെയാണ് സാറ്റിൻ്റെ സ്വഭാവ രീതികൾ കാണുമ്പോൾ. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, രണ്ടാളും ആ ഒരു ഇതിൽ പൊയ്ക്കോളുമല്ല. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ചേർന്ന് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. രണ്ടുപേരും കുട്ടികളെ പോലെ പെരുമാറുന്നവരാ. അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും. ആ ഒരു പെർഫ്യൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതേ കണ്ട സാറ്റിനെ കൊച്ചു പിള്ളേരിരുന്ന് കഴിക്കണ പോലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡ് പറയും, പിള്ളേരുടെ കയ്യിൽ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വേറെ ആരെയും നോക്കില്ല, അത് പതിയെ ഇരുന്ന് കഴിക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മമ്മി സാറ്റിന്, അത് അവിടെ ഇരുന്ന് കഴിച്ചോളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അതേ ഈ ഒരു സാധനമാണ് ഒരെണ്ണത്തിലുണ്ടായത് കേട്ടോ. പിന്നെ ഒരെണ്ണത്തിലുള്ളത് ദേ ഇത് ഒരു ലോക്കറ്റ് പോലെ, അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ നമ്മൾ പൊട്ടിച്ചതാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് രണ്ടെണ്ണമാണ് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പിന്നെ ഡിന്നറൊന്നും ഞാൻ കാണിച്ചില്ല. രാത്രി ദൈവം കളി കാണാൻ പോകാനായിട്ട് ഉടുത്ത് വന്നേക്കണേ മൂന്നാളും കൂടിയിട്ട്. കൊള്ളാട്ടായിട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നിങ്ങളുടെ ജീൻസും നല്ല മാച്ചിങ് ഉണ്ട്. അങ്ങനെ ഇവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പോകുന്നതിന് മുമ്പായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നിന്ന്. കഴിഞ്ഞ തവണ ഇവർ 12:30 കളി കാണാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ഉറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെയൊക്കെ ഇവർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫെറിബോയ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ടേ വരുള്ളൂ, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കാരണം അവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്, ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരാനും ഇവിടെ നിന്ന് വരാനും ഒരേ ദൂരം. അപ്പോൾ അങ്ങനെ ഇവർ പപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ആദ്യം ബ്ലാക്ക് കളറുള്ള ജീൻസിൻ്റെ കൂടെ ഈ ഇത് ജേഴ്സി ഇട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും ബ്ലൂ അല്ലേ പപ്പ, അപ്പോൾ ബ്ലൂ ഇടെന്ന് പറഞ്ഞിട്ട് പപ്പ പിന്നെ മോളിൽ പോയി പപ്പയുടെ അലമാരിയുടെ അകത്ത് നിന്ന് ബ്ലൂ എടുത്തുകൊണ്ട് വന്ന് ഇട്ടതാണ് കേട്ടോ. പപ്പ ഭയങ്കര നാണമായിട്ട് ഇങ്ങനെ കേട്ടോ. പപ്പയ്ക്ക് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ അരികിൽ നിൽക്കണതും തൊടണതും ഒക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് സാറ്റിനെ പിടിച്ചേക്കണ കൈ കുറച്ചിങ്ങോട്ട് നീക്കിയാണ് വെച്ചേക്കണത്, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വെച്ച് പോയേക്കണേ കേട്ടോ. പിന്നെ സാറ്റിനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ നിൽക്കാതിരിക്കാനും പറ്റൂല, അങ്ങനെയൊക്കെ ആൾ നിന്ന് കൊടുത്തതാണ്. വേറെ വല്ലവരാണെങ്കിൽ പറയും ഏയ് ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് ഈ ബാക്കിലെ ഇങ്ങനെ കാണിച്ചിട്ട് നിൽക്കണം, ആ കൈ കൊണ്ട് അത് ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പപ്പക്ക് മനസ്സിലാണല്ലോ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ കൈയൊക്കെ പിടിപ്പിച്ചൊക്കെ ഞാനിവിടെ ചിരിച്ചിരിച്ച് ചത്തോണ്ടിരിക്കുന്നുണ്ട്, ഞാനും സാറിൻ്റെയും കൂടി. സാറിന് പിന്നെ എന്ത് കാര്യത്തിനും നിന്നോളൂ കേട്ടോ അതിൻ്റെ മുമ്പിൽ. അങ്ങനെ കുറച്ച് ഫോട്ടോ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് മമ്മി നേരം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ കഴിഞ്ഞ് അവിടെ ചെല്ലാൻ നേരത്ത് സീറ്റൊന്നും കിട്ടൂല. അപ്പോൾ ആ സമയത്ത് ഫെറിബോയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, അവനവിടെ വന്നിട്ടുണ്ട്, സീറ്റൊന്നും തന്നെ ഇല്ല, എല്ലാവരും ബാക്കിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റൊന്നും കിട്ടൂല എന്ന് ഉറപ്പായി. എങ്കിലും പപ്പ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയോ പോയി നോക്കി ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് സാറ്റിനൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എന്താണ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിനൊക്കെ കാണാൻ പറ്റില്ല. അങ്ങനെ സാറ്റിനെ തന്നെ ഇവർ പിടിച്ച് കയറ്റി ചെയറിൽ നിർത്തിയാണ് കാണിച്ചത്. അപ്പോൾ ഇത് മറിഞ്ഞ് വീഴാതെ നോക്കണം, ചുറ്റുമുള്ള വല്ലവരും ഒക്കെ ഉപദ്രവിക്കാതെ നോക്കണം. കാരണം മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ ആഘോഷിക്കാനൊക്കെ ഈ സമയത്തൊക്കെ വരണത്. അപ്പോൾ അതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പപ്പക്ക് ഭയങ്കര ടെൻഷനാണ്, പെൺകൊച്ചൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാണെങ്കിൽ തന്നെയും ഫെറിബോയ് കൊണ്ട് റിച്ചാർഡ് കൊണ്ട് ഇവർ 3 ആണുങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സാറ്റിനെ കൊണ്ടുപോയത് കേട്ടോ. പിന്നെയാണെങ്കിൽ ഒത്തിരി പെൺകുട്ടികൾ അതുപോലെ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നെന്ന് സാറ്റിനെ വന്നിട്ട് പറഞ്ഞിട്ടോ, ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ അർജൻറ്റീന തോറ്റ്, അത് കുഴപ്പമില്ല. എങ്കിലും നമ്മൾ ആ കളി ഇപ്പോൾ ആരായാലും ഒരാൾ തോക്കാതെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അർജൻറ്റീന തോറ്റു എങ്കിൽ തന്നെയും ഇവർ ആഘോഷമായിട്ട് ആ കളി ആസ്വദിക്കാനും, ഞങ്ങളുടെ ഫോർട്ടോച്ചിക്കാർ ഭയങ്കര ഫുട്ബോൾ പ്രേമികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയ സ്ക്രീനിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഗ്രൗണ്ടിൽ കാണുമ്പോഴുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കണ്ടാൽ കിട്ടൂലല്ലോ. അപ്പോൾ ഇത്രേ ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്. നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്